അങ്ങനെ മാവേലിക്കരയിൽ ഇന്ന് കൊട്ടിക്കലാശം നടക്കും. ഇതുവരെയുള്ള പ്രചാരണ പ്രവർത്തനങ്ങൾ കൂട്ടിയും കഴിച്ച് നോക്കിയാൽ UDF സ്ഥാനാർത്ഥി കൊടിക്കുന്നിൽ സുരേഷിന്റെ ഗ്രാഫാണ് ഉയർന്നു നിൽക്കുന്നത്. കഴിഞ്ഞ തവണത്തേക്കാൾ ഭൂരിപക്ഷം ഇത്തവണ കിട്ടുമെന്നാണ് മുതിർന്ന നേതാക്കൾ തന്നെ വിലയിരുത്തുന്നത്. ഇന്ത്യ മുന്നണി കേന്ദ്രത്തിൽ അധികാരത്തിൽ വരാൻ കേരളത്തിലെ 20 MP-മാരും പിന്തുണയ്ക്കും. ആ 20 പേരിൽ ഒരാൾ കൊടിക്കുന്നിൽ സുരേഷ് ആയിരിക്കണമെന്നാണ് മാവേലിക്കരയിലെ യജമാനന്മാരായ വോട്ടർമാർ ആഗ്രഹിക്കുന്നത്. കൊടിക്കുന്നിലേ ജയിക്കത്തുള്ളൂ. എപ്പോഴും 10-30 വർഷം കൊണ്ട് അറിയാവുന്ന UDF ജയിച്ചാലും LDF ജയിച്ചാലും ഫലം ഒന്ന് തന്നെ. എങ്കിലും ഇന്ത്യ മുന്നണി അധികാരത്തിൽ വന്നാൽ ആ സർക്കാരിൽ ഒരു ക്യാബിനറ്റ് മന്ത്രിയെ മാവേലിക്കരയ്ക്ക് കിട്ടണമെങ്കിൽ, മാവേലിക്കരയുടെ ആ വികസന സ്വപ്നം യാഥാർത്ഥ്യമാക്കണമെങ്കിൽ കൊടിക്കുന്നിൽ സുരേഷ് തന്നെ പാർലമെന്റിലെത്തണം. മാവേലിക്കരയിൽ കൃത്യമായ തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങളാണ് നടന്നത്. മുതിർന്ന നേതാക്കളുടെ നേതൃത്വത്തിലാണ് ഗൃഹസന്ദർശന പരിപാടി ഉൾപ്പെടെ നടന്നത്. ഓരോ വീട്ടിലും കൊടിക്കുന്നിൽ സുരേഷിനുള്ള സ്വീകാര്യത അത്ഭുതപ്പെടുത്തുന്നതായിരുന്നു. പുതിയ തലമുറക്കാർക്ക് ഉൾപ്പെടെ എല്ലാവർക്കും കൊടിക്കുന്നിൽ പരിചിതനാണ്. കേന്ദ്ര സർക്കാരും കേരള സർക്കാരും ജനങ്ങളോട് കാണിക്കുന്ന ശത്രുതാപരമായ നിലപാടുകളെക്കുറിച്ചും പെൻഷൻ മറ്റാനുകൂല്യങ്ങൾ അത് കിട്ടാത്തതിലും സാമ്പത്തിക ബുദ്ധിമുട്ടും ജനങ്ങൾക്ക് പറയുവാനുള്ളത് ഒന്ന് കേൾക്കേണ്ടത് തന്നെയാണ്. അതിൽ നിന്ന് മനസ്സിലാക്കാം കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ഭരണവിരുദ്ധ വികാരം. രാജ്യത്തെ മതന്യൂനപക്ഷങ്ങളും ദളിത് ആദിവാസി വിഭാഗങ്ങളും നേരിടുന്ന കടുത്ത അവഗണനയും ആക്രമണങ്ങളും ഓരോ വീട്ടിലും ചർച്ചയാകുന്നുണ്ട്. ക്രൈസ്തവ സമൂഹം രാജ്യത്ത് നേരിടുന്ന പീഡനങ്ങളും അവരതിൽ എത്രമാത്രം ആശങ്കാകുലരാണെന്നും പ്രതികരണങ്ങളിൽ നിന്ന് മനസ്സിലാക്കാം. ഇത്തരം വസ്തുതകൾ സമൂഹ മാധ്യമങ്ങളിലൂടെയാണ് അവർ അറിയുന്നതെന്നാണ് പലരും സൂചിപ്പിക്കുന്നത്. സ്കൂളുകളും ആശുപത്രികളും റോഡുകളും എല്ലാം വികസിപ്പിക്കുന്നതിലും അത് നവീകരിക്കുന്നതിലും സർക്കാരും നഗരസഭയും സ്വീകരിക്കുന്ന നിഷേധാത്മക നിലപാടുകളും ജനങ്ങൾ ചർച്ചയാക്കുന്നു. UDF-നും കോൺഗ്രസിനും പ്രത്യേകിച്ച് കൊടിക്കുന്നിൽ സുരേഷിന് അനുകൂലമായ ഒരു തരംഗം ജനങ്ങൾക്കിടയിലുണ്ട്. അത് വാക്കുപാലിക്കുന്നുവെന്ന വിശ്വാസമാണ്. തെറ്റായ കാര്യങ്ങൾക്ക് കൂട്ടുനിൽക്കില്ലെന്ന വിശ്വാസമാണ്. ഏത് പ്രതിസന്ധിയിലും ഒപ്പമുണ്ടാകുമെന്ന വിശ്വാസമാണ്. കാരണം കൊടിക്കുന്നിൽ നല്ല വികസനമൊക്കെ നടത്തുന്നുണ്ട്. അറിയാവുന്ന ആൾക്കാരാണ്. വരാറുണ്ട്. എൻ്റെ സ്ഥലം മേലില കുന്നിക്കോട്ടിനടുത്ത് മേലില എന്നുള്ള സ്ഥലമാണ്. കൊടിക്കുന്നിൽ എപ്പോഴും കാണുന്ന ആളായാലും നല്ല ജയിക്കുകയും നല്ല പുരുഷൻ കാണും. നല്ല സഹകരണമാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത് കൊടിക്കുന്നിൽ ജയിക്കുമെന്ന്. ഇല്ല, അവരെ ജയിക്കും. ജനങ്ങളുടെ ആ വിശ്വാസവും സ്നേഹവും കരുതലും അതേ അളവിൽ തിരികെ കൊടുക്കാൻ മനസ്സും കഴിവുമുള്ള സ്ഥാനാർത്ഥിയാണ് കൊടിക്കുന്നിൽ സുരേഷ്. കഴിഞ്ഞ കാലങ്ങളിൽ മാവേലിക്കരയിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു സാമുദായിക സംഘർഷങ്ങളോ രാഷ്ട്രീയ സംഘർഷങ്ങളോ നടന്നിട്ടില്ല. ആളുകൾക്ക് സമാധാനമായി വീടുകളിൽ കിടന്നുറങ്ങാം. ഏതെങ്കിലും മേഖലകളിൽ മറ്റ് രാഷ്ട്രീയ പാർട്ടികളുടെ അവകാശങ്ങൾക്ക് വരുന്ന തരത്തിൽ, അതുമല്ലെങ്കിൽ സമൂഹത്തിന് ഭീഷണി ഉയർത്തി മാതൃകയല്ലാത്ത ഏതെങ്കിലും പ്രവർത്തനങ്ങൾ ഇന്ന് വരെ കണ്ടിട്ടുണ്ടോ മാവേലിക്കരയുടെ ഏതെങ്കിലും ഭാഗത്ത്? അതുകൊണ്ടൊക്കെ തന്നെ ഈ മണ്ഡലത്തിലെ എല്ലാ സമുദായങ്ങളും സഭകളും കൊടിക്കുന്നിൽ സുരേഷിനെ പിന്തുണയ്ക്കുന്നു. അവരുടെ ഏത് കാര്യത്തിനും വിളിച്ചാൽ വെളിപ്പുറത്തുണ്ട് കൊടിക്കുന്നിൽ. എല്ലാ ക്രൈസ്തവ സഭകളുടെയും ശക്തമായ സ്വാധീനം മാവേലിക്കരയിൽ എടുത്തു പറയേണ്ടത് തന്നെയാണ്. NSS-ഉം മുസ്ലിം സമുദായവും ഒക്കെ നിർണായക ശക്തിയാണ്. SNDP-യുടെ സ്വാധീനവും ചെറുതല്ല. പട്ടികജാതി പട്ടികവർഗ വോട്ടുകളും ജയപരാജയത്തെ സ്വാധീനിക്കുന്നു. ഇവിടങ്ങളിൽ ഏത് സമയവും കയറി ചെല്ലാനുള്ള സ്വാതന്ത്ര്യമുള്ള നേതാവാണ് കൊടിക്കുന്നിൽ സുരേഷ്. ഇവരുടെയൊക്കെ ഏതാവശ്യങ്ങൾക്കും മുൻപന്തിയിൽ നിന്ന് പോരാടാൻ കൊടിക്കുന്നിലുണ്ടായിരുന്നുവെന്ന് എടുത്തു പറയേണ്ടതാണ്. ജയവും തോൽവിയും നൽകുന്നത് ഈ നാട്ടിലെ ജനങ്ങളാണ്. മുൻകാലങ്ങളിലുള്ള അനുഭവങ്ങളിൽ അതിൽ നിന്നും പാഠം ഉൾക്കൊണ്ട് ജനങ്ങൾക്ക് കൂടുതൽ സൗകര്യങ്ങൾ കൊടുക്കുവാനും നല്ല രാഷ്ട്രീയ സംസ്കാരം പുലർത്തുവാനും അണികളെ നല്ലത് പറഞ്ഞ് പ്രവർത്തിപ്പിക്കുവാനും എതിരാളികളോട് മാന്യമായി പെരുമാറുവാനും മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ ശ്രദ്ധിക്കണമെന്നേ ഇവിടെ സൂചിപ്പിക്കുവാനുള്ളൂ. അധികാരത്തിന് വേണ്ടി കടിച്ചു തൂങ്ങിക്കിടക്കുന്ന ആളല്ല. അത് ആ പാരമ്പര്യമല്ല കൊടിക്കുന്നിലിന്. യുവതലമുറയ്ക്ക് വേണ്ടി വഴിമാറിക്കൊടുക്കാൻ ഏത് സമയവും തയ്യാറാണ്. അതുറക്കെ പറഞ്ഞയാളാണ് കൊടിക്കുന്നിൽ സുരേഷ്. പക്ഷേ ഇത്തവണ ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരുവാൻ തഴക്കവും വഴക്കവും പരിചയമുള്ള ആളുകളെ തന്നെ മത്സരിപ്പിച്ച് അധികാര സ്ഥാനങ്ങളിൽ കൊണ്ടുവരണമെന്ന പാർട്ടി ദേശീയ നേതൃത്വത്തിന്റെ തീരുമാനമാണ് കൊടിക്കുന്നിൽ സുരേഷ് ശിരസാവഹിച്ച് വീണ്ടും മാവേലിക്കരയിലെത്തിയത്. ഇത് പറയാൻ കാരണം യുവതലമുറയ്ക്ക് വഴിമാറി കൊടുക്കുന്നില്ലെന്ന ആക്ഷേപം രാഷ്ട്രീയ എതിരാളികൾ നടത്തുന്ന പ്രചാരണത്തിൽ മുഴങ്ങിക്കേൾക്കുന്നത് കൊണ്ടാണ്. നമ്മുടെ രാജ്യത്ത് ജനാധിപത്യം നിലനിർത്താൻ ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരണം. അതിൽ ഭാഗവാക്കാകാൻ പരിചയ സമ്പത്തുള്ളവർ തന്നെ വരണം.
അതുകൊണ്ട് തന്നെയാണ് പാർട്ടി ദേശീയ നേതൃത്വം സിറ്റിംഗ് എംപിമാരെ വീണ്ടും മത്സരിപ്പിക്കുന്നത്. വെള്ളിയാഴ്ച പോളിംഗ് ബൂത്തിലെത്തുമ്പോൾ മാവേലിക്കരയുടെ യഥാർത്ഥ ജനനായകനെ തെരഞ്ഞെടുക്കുവാൻ നമുക്ക് കഴിയണം.